സത്യം പറഞ്ഞ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് എനിക്ക്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, 24 മണിക്കൂർ വീടിനകത്തിരുന്ന് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയല്ലോ. അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഒരു കാര്യത്തിനും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ആകെ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കൊറിയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും. അതാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അല്ലാണ്ട് ഒരു സ്ഥലത്തോട്ട് ഞാനിപ്പോൾ പോകുന്നേ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ കുറേ പ്രൊമോഷൻ വർക്കൊക്കെ മിസ്സായിട്ടുണ്ട്. അല്ല, മിസ്സായെന്ന് പറയാൻ പറ്റില്ല, ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം വേറെ ഒന്നിനുള്ള കേട്ടോ, നമ്മൾ ആറ്റുകാലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി പൊങ്കാല കഴിഞ്ഞു. ഇത് പൊങ്കാലയ്ക്ക് തൊട്ട് തലേ ദിവസം അല്ലേ, തലയ്ക്കും തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഞാനും വിഷ്ണുവും അമ്മയും 2 പിള്ളേരും കാശിയും ഒക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. നമ്മൾ എല്ലാ കൊല്ലം ഇതുപോലെ ആറ്റുകാലിൽ ഇതുപോലെ പറമ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാറുള്ളതാണ്. അങ്ങനെ ഇക്കൊല്ലം ദേ വന്നിട്ടുണ്ട്. അപ്പോൾ ആറ്റുകാലിൽ എല്ലാ കൊല്ലം വരുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത്തവണ അങ്ങനെയൊക്കെ തന്നെ ഉള്ളത്. ദേവൂട്ടി ഇങ്ങനെ അമ്മേനെ ഒക്കെ തിരിക്കണതിന് വേറെ ഒന്നും അല്ലാതെ, കാരണം ദേവൂട്ടിക്ക് വയ്യ. അതുകൊണ്ടാണ്. ദേവൂനാണെങ്കിൽ ഒരു 3 ആഴ്ച ദേവു പനി പിടിച്ച് വീട്ടിൽ തന്നെ കിടപ്പായിരുന്നു. അതിനുശേഷം ഒരു 2-3 ദിവസം സ്കൂളിൽ പോയി ശേഷം പിന്നെ ഒന്നും പറയണ്ട, വീണ്ടും അവൾക്ക് വയ്യാതായി. അങ്ങനെ വീട്ടിൽ കിടപ്പായിരുന്നു. അപ്പം ആറ്റുകാലിൽ പോണേണ്ടാന്ന് ഞങ്ങൾ പോകണ്ടെന്ന് പ്ലാൻ ആക്കി. കാരണം അവൾക്ക് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ അവൾക്ക് പോയാലേ പറ്റൂ, കുഴപ്പമൊന്നുമില്ല, അവൾ നടന്നോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അവളെ സ്വഭാവമൊക്കെ മാറി. നടക്കില്ല, എടുക്കണം, ആരെങ്കിലും എടുത്താലേ പറ്റുള്ളൂ. പിന്നെ അമ്മ എടുത്തോണ്ട് നടന്നു കേട്ടോ. സാധാരണ ദേവൂട്ടിക്ക് അങ്ങനെ പനിയോ കാര്യങ്ങളൊന്നും വരാത്തതാണ്. ആകെ ദേവു ജനിച്ച് ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പനി വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് അവൾക്ക് അങ്ങനെ ഭയങ്കരമായ കൊടൂരമായ പനികളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു 6ാമത്തെ വയസ്സാകുന്ന സമയത്താണ് ഇത്രയും വലിയൊരു പനി അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പനി കൂടെ തന്നെ അവൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു വശം മനസ്സിലാവാം ദേവുവിൻ്റെ കോലം കാണുമ്പോൾ. അങ്ങനെ അവിടുത്തെ സ്റ്റോൾസിൽ വന്നാൽ പിള്ളേർക്ക് എന്തായാലും ടോയ്സ് വാങ്ങിക്കാണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ പിള്ളേർക്കൊക്കെ വേണ്ടി നമ്മൾ ടോയ്സ് നോക്കുവാണ്. അതുകൊണ്ട് ഈ ഒരു ഡക്കിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. ആറ്റുകാലിലെ എല്ലാ കൊല്ലം ഇതുപോലെ പറമ്പ് കാണാൻ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാറുള്ളത് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് ഒന്നും വാങ്ങിക്കാറില്ല, പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നാണ്. പക്ഷേ ആൾക്കാർ തുരുതുരാന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ നമ്മളതേ തിരിച്ച് പോവുകയാണ്. അപ്പോഴത്തേക്ക് കണ്ടില്ല കുറേ കടകളും അതുപോലെ തന്നെ മാല, കമ്മൽ, കയ്യിലിടാനുള്ള മറ്റേ മെഹന്തി ഇതുണ്ടല്ലോ, അത് അച്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.